ഹായ്, നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു രീതി ഇങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ എനിക്ക് കഴിയാവുന്നിടത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കേട്ടെടുത്തോളം, എനിക്കറിയാവുന്നിടത്തോളം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. എനിക്കറിയാവുന്നിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് കഴിയാവുന്നിടത്തോളം, അതുപോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും നേരം പോക്കാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ അവസാനത്തെ ചാൻസാണ്. അതുപോലെ തന്നെ ഒരാൾ പറയാണ്, എനിക്കറിയാവുന്നിടത്തോളം അവൻ നല്ലൊരു പയ്യനാണ്, എനിക്കറിയാവുന്നിടത്തോളം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, എനിക്കറിയാവുന്നിടത്തോളം അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അതേപോലെ തന്നെ എനിക്കറിയാവുന്നിടത്തോളം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറായൊരു പ്രദേശമാണ്, അല്ലേ? അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ പറയണം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതത്ര നല്ലൊരു കാര്യമല്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. യെസ്, ഇത് നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്കറിയാവുന്നിടത്തോളം, മനസ്സിലാക്കിയിടത്തോളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു രീതിയാണ്. ആസ് ഫാർ ആസ് പലപ്പോഴും നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. ആസ് ഫാർ ആസ് എന്നാൽ പല ആളുകൾക്കും ഇത് ഉപയോഗിക്കാൻ അറിയില്ല. ആസ് ഫാർ ആസ് എന്നുള്ള ഈ ഒരു രീതി വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഒരേപോലെയുള്ള അർത്ഥം തന്നെയൊന്നും അല്ല വരുന്നത്, എന്നാലും ഡിഫറൻ്റായ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ചില രീതികളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ഓക്കെ, ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, യെസ്, ഇത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം. യെസ്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ അത് പറയുന്നിടത്തൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം. യെസ്, ഇപ്പം ഇങ്ങനെ ഒരാൾ പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസിയാണ്, പുഷ്പം, അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസിയാണ്. ഇത് പറയുന്നത് ഇങ്ങനെയാണ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ഇറ്റ് ഈസ് വെരി ഈസി. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ഇറ്റ് ഈസ് വെരി ഈസി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസിയാണ്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ ചാൻസ് ആണ്, ഇനിയൊരു ചാൻസ് ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ ചാൻസ് ആണ്. ഇത് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ഇറ്റ് ഈസ് മൈ ലാസ്റ്റ് ചാൻസ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ഇറ്റ് ഈസ് മൈ ലാസ്റ്റ് ചാൻസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ അവസാനത്തെ അവസരമാണ്, ചാൻസ് ആണ്. അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും നേരം പോക്കാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നേരം പോക്കാണ്. ഇങ്ങനെ ചില ആളുകളൊക്കെ അഹങ്കാരത്തോടു കൂടി പറയാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നേരം പോക്കാണ്, ഇതൊന്നല്ല, നമുക്ക് വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. യെസ്, ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ഇറ്റ് ഈസ് എ ടൈം പാസ്, ഇറ്റ് ഈസ് ഓൺലി എ ടൈം പാസ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ഇറ്റ് ഈസ് ഓൺലി എ ടൈം പാസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു, അല്ലെങ്കിൽ ഇതൊരു ടൈം പാസ് മാത്രമാണ്. യെസ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പറയുന്ന രീതിയാണ് എനിക്കറിയാവുന്നിടത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ എനിക്കറിയാവുന്നിടത്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരാൾ പറയാണ്, എനിക്കറിയാവുന്നിടത്തോളം അയാളൊരു നല്ല മനുഷ്യനാണ്, അല്ലേ? എനിക്കറിയാവുന്നിടത്തോളം, ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അറിവ് അങ്ങനെയാണ്, അപ്പോൾ എനിക്കറിയാവുന്നിടത്തോളം അയാൾ നല്ലൊരു മനുഷ്യനാണ്. ഇനി നിനക്ക് അയാളെക്കുറിച്ച് മറ്റെന്തെങ്കിലും അറിയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം അയാൾ നല്ലൊരു മനുഷ്യനാണ്. എങ്ങനെയാ പറയാ? ആസ് ഫാർ ആസ് ഐ നോ ഹീസ് എ ഗുഡ് ബോയ്, അല്ലെങ്കിൽ ഹീസ് എ ഗുഡ് മാൻ. ആസ് ഫാർ ആസ് ഐ നോ, എനിക്ക് അറിയാവുന്നിടത്തോളം, ഐ നോ, എനിക്കറിയാവുന്നിടത്തോളം, ഹീസ് എ ഗുഡ് ബോയ്, അവൻ നല്ലൊരു പയ്യനാണ്, അല്ലെങ്കിൽ ഹീസ് എ ഗുഡ് മാൻ, അവൻ നല്ലൊരു മനുഷ്യനാണ്. അപ്പം എങ്ങനെയാ പറയാം? ആസ് ഫാർ ആസ് ഐ നോ ഹീസ് എ ഗുഡ് ബോയ്, എനിക്കറിയാവുന്നിടത്തോളം അയാൾ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്കറിയാവുന്നിടത്തോളം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് ഫാർ ആസ് ഐ നോ എന്നാണ് പറയുന്നത്. ആ ആസ് ഫാർ ആസ് എന്നുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് വരിക. അതിൻ്റെ അവസാനത്തെ ആ വാക്കുകളാണ് നമ്മൾ മാറ്റി കൊടുക്കുന്നത്. ആസ് ഫാർ ആസ് ഐ നോ, എനിക്ക് അറിയാവുന്നിടത്തോളം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആസ് ഫാർ ആസ് ഐ നോ എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്നിടത്തോളം അയാൾ അങ്ങനെയാണ്, എനിക്കറിയാവുന്നിടത്തോളം ഇതിങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ പറയാണ്, ഇപ്പോൾ ഒരാളെ കുറിച്ച് പറയാണ്, ഞാൻ അറിയുന്നിടത്തോളം, എനിക്കറിയാവുന്നിടത്തോളം അയാൾ ഭയങ്കര, അല്ലെങ്കിൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്,
ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്നിടത്തോളം അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പറയാം? ആസ് ഫാർ ആസ് ഐ നോ, എനിക്കറിയാവുന്നിടത്തോളം ഷീ ഈസ് വെരി സ്ട്രിക്റ്റ്. അവൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ എല്ലാ പിന്നെ കൈമടക്കും കൈക്കൂലിയും ഒന്നും അവിടെ നടക്കില്ല. ആസ് ഫാർ ആസ് ഐ നോ, എനിക്കറിയാവുന്നിടത്തോളം ഷീ ഈസ് വെരി സ്ട്രിക്റ്റ്. അവൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ആസ് ഫാർ ആസ് ഉപയോഗിക്കുന്ന മറ്റൊരു രീതി ഇങ്ങനെയാണ്, കഴിയുന്നിടത്തോളം. കഴിയുന്നിടത്തോളം നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, കഴിയുന്നിടത്തോളം അല്ലേ, കഴിയുന്നിടത്തോളം. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് ഫാർ ആസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് നമുക്ക് ആസ് ഫാർ ആസ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആസ് ഫാർ ആസ് പോസിബിൾ ഐ വിൽ സപ്പോർട്ട് ചെയ്യും. എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും, എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും. ആസ് ഫാർ ആസ് പോസിബിൾ ഐ വിൽ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഐ വിൽ ഹെൽപ്പ് ചെയ്യും. എനിക്ക് സാധ്യമാകുന്നിടത്തോളം ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും, ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, കഴിയാവുന്നിടത്തോളം അവൾ പണം നൽകി, അവളെ കൊണ്ട് പറ്റുന്നിടത്തോളമൊക്കെ പണം അവൾ നൽകി, ഇനി അവളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, പറ്റാവുന്നിടത്തോളം കഴിയാവുന്നിടത്തോളമൊക്കെ പണം അവൾ നൽകി. എങ്ങനെയത് പറയുന്നത്? ആസ് ഫാർ ആസ് പോസിബിൾ, സാധ്യമാകുന്നിടത്തോളം ഷീ പെയ്ഡ് ദ മണി, അവൾ പണം നൽകി. ആസ് ഫാർ ആസ് പോസിബിൾ, പറ്റാവുന്നിടത്തോളം സാധ്യമാകുന്നിടത്തോളം ഷീ പെയ്ഡ് ദ മണി, അവൾ പണം നൽകി, ഇനിയിപ്പോൾ അവളെ കൊണ്ട് പറ്റില്ല, ഉള്ളതൊക്കെ വിറ്റുപുറുക്കി കൊടുക്കുക, അല്ലതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആസ് ഫാർ ആസ് പോസിബിൾ ഷീ പെയ്ഡ് ദ മണി. ഓക്കെ, ഇനി ഒരാൾ ഇങ്ങനെ പറയാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലേ, നേരത്തെ നോ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, എനിക്കറിയാവുന്നിടത്തോളം, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്. ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്ഥലം അല്പം ഡേഞ്ചറാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്ഥലം അല്പം ഡേഞ്ചറാണ്. എങ്ങനെ പറയാം? ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്ലേസ് ഈസ് വെരി ഡേഞ്ചറസ്. ഒരാൾ പറയാണ്, ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദിസ് പ്ലേസ് ഈസ് വെരി ഡേഞ്ചറസ്, ഈ സ്ഥലം എന്ന് പറയുന്നത് അല്പം അപകടം പിടിച്ച സ്ഥലമാണ് അല്ലേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്ഥലം എന്ന് പറയുന്നത് അല്പം പെശകാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട് അല്ലേ, അല്പം മോശപ്പെട്ട സ്ഥലമാണ്, അല്ലെങ്കിൽ അപകടം പിടിച്ച സ്ഥലമാണ്. ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദിസ് പ്ലേസ് ഈസ് വെരി ഡേഞ്ചറസ്, ഈ സ്ഥലം ഭയങ്കര അപകടം പിടിച്ച ഒന്നാണ്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, അയാളെ കുറിച്ച് ഞാൻ കേട്ടതൊക്കെ അയാൾ അത്യാവശ്യം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളാണ് എന്നാണ്. അപ്പോൾ ഞാൻ കേട്ടിടത്തോളം അയാളൊരു ക്രിമിനലാണ്. എങ്ങനെയാ പറയാം? യെസ്, ഇവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആസ് ഫാർ ആസ് ഐ ഹേർഡ്, ഹേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ ആസ് ഫാർ ആസ് ഐ ഹേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിടത്തോളം. ആസ് ഫാർ ആസ് ഐ ഹേർഡ്, ഞാൻ കേട്ടിടത്തോളം ഹീ ഈസ് എ ക്രിമിനൽ, അയാളൊരു ക്രിമിനലാണ്. ആസ് ഫാർ ആസ് ഐ ഹേർഡ്, ഞാൻ കേട്ടിടത്തോളം ഹീ ഈസ് എ ക്രിമിനൽ, അയാളൊരു ക്രിമിനലാണ്. അപ്പോൾ ആസ് ഫാർ ആസ് ഐ ഹേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിടത്തോളം. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആസ് ഫാർ ആസ് ഐ ഹേർഡ് എന്നുള്ള രീതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആസ് ഫാർ ആസ് എന്ന രീതിയെക്കുറിച്ചാണ്. കേട്ടിടത്തോളം, മനസ്സിലാക്കിയിടത്തോളം, അറിഞ്ഞിടത്തോളം, എനിക്കറിയാവുന്നിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നീ വ്യത്യസ്തമായ രീതികളൊക്കെ നമ്മൾ പറയുന്നത് ആസ് ഫാർ ആസ് എന്ന് പറയുന്ന ഈ ഒരു രീതി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് എക്സാമ്പിളുകൾ, രീതികൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മലയാളത്തിൽ എങ്ങനെയൊക്കെ സംസാരിക്കുമോ അവിടെയൊക്കെ നമുക്ക് ആസ് ഫാർ ആസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശരിക്കും കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള എക്സാമ്പിളുകൾ നിങ്ങൾ മലയാളത്തിൽ എടുത്തിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഇതറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.